നമുക്ക് ഇന്ന് കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പോഴും ആ മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്ത് അയാളൊന്ന് ഔട്ട് ആണെന്നുള്ളത് ഇപ്പോഴും പറയും. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഞങ്ങള് ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ടാണ്. അത്രയും വേണോ സാർ? വേണം. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. ഞങ്ങള് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നിനക്കും ഞാൻ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. സന്തോഷത്തോടുകൂടി ഞങ്ങൾ കൊടുത്താണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കപ്പാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, തേങ്ങാ കൊലയാ ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിരുന്ന ഈ ഷോയൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത വോട്ടെല്ലാം പാഴായി. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആരാന്നറിയാവോ? തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്ത്. എനിക്ക് പേര് ഞാൻ പറയത്തില്ല, പേര് പറഞ്ഞാൽ കൊണ്ട് കേസ് കൊടുക്കും. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ സൈബർ പോലീസിന് നോക്കാൻ വേണ്ടിയിട്ട്. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല, അടിച്ച് കാരണം പോലെ. അപ്പൊ അവിടെ രാവിലെ തൊട്ട് ഈ തിരുവനന്തപുരത്തുള്ള ഒരാള് പോയിരിക്കും. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട കേസ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേസ്, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും കേസ്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. എന്നെ ഏത് വിധേനയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാര് ശോഭയ്ക്ക് ഒരു കപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുണ്ടല്ലോ അതിനകത്ത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. പ്രിയപ്പെട്ടവർ ഒരുപാട് ആഗ്രഹിച്ചു, എന്താടീ ശോഭേ നീ ആ കാലമാടനെ പുറത്താക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നീ പുറത്താക്കാതിരുന്നത്. അസൂയാണ് പോലും തെണ്ടി. ആർക്കായാലുണ്ടാവും അസൂയ. അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതില്ല. തലക്കകത്ത് കള്ളിമണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് തലച്ചോറ് കുറെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്ത്, അതുമില്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ, രക്ഷപ്പെട്ടോ.